എത്രയും ബഹുമാനപ്പെട്ട നിന്റെ ഭർത്താവ് വരുന്നല്ലോടി. എന്റെ സാബിറ, എത്ര നേരം ഞാനിവിടെ കാത്തു നിൽക്കുന്നു. രാത്രി നടക്കാനുള്ളത് പകലെ സ്വപ്നം കണ്ടു തുടങ്ങിയ പെണ്ണെ. കളിയാക്കണ്ട, ഇങ്ങനൊരു ദിവസം വന്ന നിന്റെ ഗതി തന്നെയാ. സാബിറ, എന്താണുമ്മ? എനിക്ക് കയ്യത്തനില്ല. മൂളിതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെച്ചേ. ചെക്കൻ വന്ന് കണ്ടാ ഇത്രയും നാളും തൂത്ത് ഉടച്ചു വെച്ചൊക്കെ വെറുതെ ആവും. കൊണ്ടുവന്ന കിട്ടണ്ട. ആലീസല്ലേ? ആ മോളെ, ഫ്ലൈറ്റ് വന്നിട്ടുണ്ട്. അവൻ പുറത്തിറങ്ങിയിട്ടില്ല. ആ ഡോക്ടറെ കണ്ട? എന്തുണ്ട് വിശേഷം? ആ പിന്നെ തങ്കച്ചായം വരുമ്പോഴേ ആ റബ്ബറിന്റെ കാശ് വാങ്ങിച്ചു വെച്ചേക്കണം. അത് ഞാൻ ഭയങ്കര ഉഴപ്പിനാ. ആ ഞാൻ വരാൻ വൈകും. ഇല്ലില്ല, ഇന്നാ പരിപാടിക്കൊന്നുമില്ല. ആ വെക്കട്ടോ. കല്യാണം കഴിഞ്ഞു എന്നല്ലേ കുട്ടിയാണ് എനിക്കറിയാന്ന്. എന്താ കുട്ടിയിലേക്ക് കാണിക്കുന്നത്? ഇയാളെ കൊണ്ട് അടുത്ത് പോകാൻ വയ്യെന്ന്. ഞമ്മിച്ച് ഐസ് വെള്ളം കുടിക്കാൻ പോയതാണെന്ന്. അല്ല, ഐസ് വെള്ളം കുടിച്ചപ്പോഴേ ഇവിടെ മുതല് ഇവിടം വരെ തണുപ്പ്. അപ്പൊ ദുബായിൽ എന്തായിരിക്കും? അവൻ കസ്റ്റംസ് ക്ലിയറൻസ് ഇമിഗ്രേഷൻ കഴിഞ്ഞ് വരാൻ വൈകും. നമുക്ക് വെളിയിറങ്ങിക്കാം. ഇനിയും വൈകും? എടാ, അങ്ങോട്ട് പോകാൻ മാത്രമല്ല, ഇവിടെ വന്നിറങ്ങിയാലേ വെളിയിലിറങ്ങാനും പ്രയാസം. അപ്പൊ ഞാൻ അവന്റെ കൂടെ വരാം. മര്യാദയ്ക്ക് ഇതിനെ പോലീസ് ഓടിച്ചു കൊടുക്കും കേട്ടോ. ഇന്നാള് ഞമ്മൊരു സിനിമയിൽ കണ്ട പോലെ പ്ലെയിനിന്റെ വാതിൽ തുറന്ന് കൈ തന്ന് ഇറങ്ങിച്ചെടുത്ത് വരണമെന്ന് വിചാരിച്ചാണ് നമ്മൾ വന്നത്. ഇതിപ്പോ കാഴ്ചകളായി പാമ്പിനെ കാണാൻ പോയ പോലെ. എയർപോർട്ടിൽ ചില നിയമങ്ങളൊക്കെ കുട്ടിയാലിക്ക സിനിമയിലെ പോലെ പറ്റുമോ? അല്ലേ കേട്ടിയോ? എന്നോ 50 ഉറുപ്പിയും കൊടുക്കട്ടെ കുട്ടിയാലിക്ക. ദുബായിക്കാരന്റെ കാശാ, കൊടുക്കട്ടെ. അപ്പൊ അങ്ങനെയാണെങ്കിലേ നീ നമ്മളെ ദുബായി കൊണ്ടോട്ടാ. ഇതുപോലെ ഒരു കാൽക്കുപ്പായ അങ്ങനെ എളുപ്പം കിട്ടില്ല. നിങ്ങൾ വണ്ടി എന്റെ കുട്ടിയാലിക്ക ഒന്ന് എവിടെ ഇതിന്റെ ഫിങ് എവിടെ ഇരിക്കുക? ഉച്ചൊന്നുമില്ല. ഭാഗ്യം. തന്നെ എവിടെ നിന്ന് കിട്ടിയടാ ഈ വാഹനം? ഒന്ന് പതുക്കെ പറ. ഉടമസ്ഥരാകാരം കേട്ടല്ലേ ഇവന്റെ പണി ഫിങ് ആവും. വർക്ക്ഷോപ്പിൽ പണിയാൻ കൊണ്ടുവന്ന ട്രക്കറാ. ഞാനൊരു ലൈനിൽ ഇവനെ ഒപ്പിച്ചു. ഷെരീഫേ, കഴിഞ്ഞ പ്രാവശ്യം നിനക്കൊരു വാഹനം വീട്ടിൽ വാങ്ങിയിട്ടേച്ച് പോകാമായിരുന്നില്ലേ? ഭാര്യയും ഉമ്മയും മാത്രമുള്ള വീട്ടില് ഒരു വണ്ടിയും വാങ്ങിച്ചിട്ട് ഒരു ഡ്രൈവറെ ഏൽപ്പിച്ചിട്ട് പോകാൻ എന്നെ കിട്ടില്ലടിയാ. തണ്ണി പറഞ്ഞത് നീ ഇറങ്ങി വരാൻ നേരം വെളുക്കുന്നൊക്കെ. ആ അതൊക്കെ പൂത്തിയും താത്തിയും കൊണ്ടുവരുന്നവർക്കാ കുട്ടിയാലിക്ക. ഒരു കൊല്ലം കഴിഞ്ഞ് എത്രയും വേഗം വീട്ടിലെത്തണമെന്നായിരുന്നു എന്റെ മോൻ. പിന്നെ ഫിങ് വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ? അടിച്ചിട്ട് 1 കൊല്ലമായി. ഇവിടുത്തെ അടിച്ച കണ്ണു മൂക്കൊക്കെ പോക്കാന്ന് ഞാൻ നിർത്തി. രാത്രി കൂടണം.
ഇരിപ്പുറയ്ക്കുന്നില്ലല്ലേ മോളെ? അവര് വന്നു. നോക്കിയിട്ടുണ്ട് വലിയ മോനെ മോനങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. സണ്ണിയും ബാലനൊക്കെ അപ്പുറത്തിരിക്കുക. ഉമ്മ അങ്ങോട്ട് ചെല്ലും. ആ അത് ശരി, ഇവിടെ ഒന്ന് ഒളിച്ചു നിൽക്കാണോ? ഞാൻ മാത്രമല്ല, അദ്ദേഹം എത്തിയിട്ടുണ്ട്. എടാ ഷെരീഫേ, വന്നെ കൂട്ടാതെ ഒന്ന് ഇറങ്ങി വാടാ. ഈ കഴിവേറവന്മാരെ കൊണ്ട് തോറ്റല്ലോ. ഞാനിപ്പോ വരാം. എന്റെ ഉമ്മയ്ക്ക് സാബറയ്ക്ക് ഇവിടെ ആ എയർപോർട്ട് വരെ ഒന്ന് വന്നുകൂടായിരുന്നോ? എന്റെ പൊന്നു മോനെ, ഞാൻ മക്കാവേലും കൊണ്ട് അവിടെ നിൽക്കാൻ വയ്യ. ആ നിങ്ങളിരി, വല്ലതും കഴിച്ചോണ്ട് പോ. വല്ലതും കഴിക്കാം. എടാ പെരുവേറ ഒന്ന് അടങ്ങ്, ഉമ്മ ഒന്ന് വിളമ്പിക്കോട്ടെ. ഞങ്ങൾ അങ്ങനെ നിൽക്കുന്നില്ല, നീ ഇതിനുള്ള കൂലി എന്ന് ഞങ്ങളങ്ങ് പറഞ്ഞു വിടും. ദുബായിൽ നിന്ന് വരുന്നതല്ലേ, കിലോമീറ്ററിന് 5 രൂപ. സാധനങ്ങൾ കയറ്റിയതിനും ഇറക്കിയതിനും അട്ടിമറി വക രൂപ 100. അത്ര മതിയോ? നാളെ രാത്രി സണ്ണിയുടെ മുറി വെച്ച് കണക്ക് തീർത്ത് പോയാ പോരെ? ഇന്ന് എനിക്ക് ലീവ് തടാ മോനെ. ശരിയാ സണ്ണി, ഇന്ന് അവന് ക്യാഷ് ലീവ് കൊടുത്തേക്കാം. എന്താ അനുവദിച്ചിരിക്കുന്നു. പക്ഷേ പെണ്ണും പിള്ള സിക്ക് ലീവിലാണെങ്കിലോ? മഹാഭാവി, കരിനാക്കോടൊന്നും പറയാതെ 1 കൊല്ലം കഴിഞ്ഞ് വന്നതാണ്. ആ ഇനി വെച്ചിട്ടുണ്ട, എനിക്ക് കൊണ്ടുവന്ന സാധനം ചെയ്യാന്നേക്ക്. ഒന്ന് അടങ്ങന്റെ സണ്ണി, അവനെങ്ങ് പോണില്ലല്ല. ഇന്ന് ഐശ്വര്യമുള്ള ദിവസമാണ് എന്റെ കുട്ടിയാലിക്കാൻ. സ്കോച്ച് കുടിക്കണമെങ്കിൽ ഇന്ന് കുടിക്കണം. ഓ കുടിക്കണം. ഷെറീഫിന്റെ സാബിറിന്റെ സ്വർഗത്തിലെ ഇന്ന് നീ കട്ടുറുമ്പ് ആവണ്ട. എന്റെ ബാല കുട്ടിയാലിക്ക കുട്ടിയാലിക്ക് ഉമ്മ വെച്ച് വിടമെന്നെ മണം അടുക്കളയില്. എടാ ഇച്ചിരി ചോറുണ്ടേച്ച് വരാം. മനുഷ്യ അധ്വാനിക്കുന്നില്ല. നിന്റെ വിശപ്പ് ഞാൻ മാറ്റി. ചായ. നമ്മുടെ സ്വർഗത്തിൽ കട്ടുറുമ്പാവണ്ടെന്ന് പറഞ്ഞ് അവരങ്ങ് പോയി. അല്ലോ, ചായ കുടിക്കാതെ പോയോ? ഇന്നത്തെ ചായ മുഴുവൻ നമുക്ക് കുടിക്കാം. നീ വാ. ആ നടക്ക് നടക്ക്. കാര്യം പിടിച്ചോ. നോക്കാം. സാരിയുടെ കുറവ് തന്നെ. എന്നാ വിളിച്ചോ. ഇഷ്ടം പോലെ സാരി. എന്താ വേണ്ടത്? ആ ടേപ്പ്. തിരിച്ചു പോകാനുള്ള ടിക്കറ്റും ഉണ്ട്. ഇങ്ങോട്ട് വാ, ഇതൊക്കെ ഒന്ന് എടുത്തു വെക്ക്. വേണ്ട, നിങ്ങൾ കെട്ടിയോളും കൂടി എല്ലാം എടുത്ത് വെച്ചാൽ മതി. ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ. മോളെ, ആ വാതിലും വിചാരിക്കണം. ആ ഇതിന്റെ അകത്തുള്ളതെല്ലാം നമ്മുടെ കെട്ടിയൊക്കെയുള്ളതാ. നമുക്ക് പിന്നെ അല്ലാതെ എനിക്ക് വേറെ കെട്ടിയുണ്ട്. ആ അല്ലോ, അത് നമ്മുടെ സണ്ണിക്കുള്ള മരുന്ന. ഇവിടെ ഇരിക്കട്ടെ.
കാര്യം പറയാം. അയ്യോ ഉമ്മ, ആ, ഞാൻ വിളിച്ചിട്ടില്ല. അമ്മ ഇനി ഇങ്ങോട്ട് വരുന്നുണ്ട്. അമ്മ വന്നാൽ തന്നെ കാണണ്ട. വീട്ടില് ചെറിയൊരു ജോലിക്ക് കഴിഞ്ഞാൽ നിർത്തിയാളിയാ. ആലീസ് വീട്ടിലില്ലാത്തപ്പോ നമുക്ക് ചില ചായയോ ചില ചില്ലറ തട്ടും മുട്ടും. അമ്മേ ഭഗവതി, ഷെരീഫ് വീട്ടിലെത്തിയോ മോനെ? ആ വന്നു. അവനെ വീട്ടിൽ കൊണ്ടാക്കിട്ടാ ഞങ്ങൾ വരുന്നത്. എന്താന്ന് അറിഞ്ഞൂടാ അമ്മേ, ഭയങ്കര വിഷം. തുടങ്ങി തീറ്റിപ്പണ്ടാറ്. ഇന്ന് ഏകാദശി ആരാ? പോകുമ്പോഴും മാത്രമേ കാണൂ. ആ സാർ ഇതിലിടവേണ്ട, ഞാൻ അമ്മയും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഉപ്പുവാവ് റെഡി ആയിട്ടില്ല അല്ലേ അമ്മേ? അയ്യോ സാരമില്ല, ഞാൻ വെയിറ്റ് ചെയ്തോളാം. അമ്മ ഉണ്ടാക്കിയ ഉപ്പാവല്ലേ, ആ ഉപ്പാവും പഴവും കൂടെ കുഴച്ചടിച്ചിട്ട് കുറെ നാളായി. നീ മിണ്ടാതിരി, നിനക്കുള്ള ചോറ് ഞാൻ ഉണ്ടാക്കി തരാം. പക്ഷെ മലക്കറിയെ കറി വെക്കാനുള്ളൂ. ഭാഗ്യം. ഈ ആലീസിന്റെ കാളയിറച്ചിയും താറാമുട്ടയും മീൻകറിയും കൂട്ടി ഞാൻ മടുത്തു. കുറെ നാളെ മലക്കറി കൂട്ടാൻ കൂട്ടി. തുടങ്ങി അവന്റെ ആലീസ് പുരാണം. അമ്മ ചെന്ന് എന്തെങ്കിലും അവൻ ഉണ്ടാക്കി കൊടുക്കും. തിന്ന് തിന്ന് മരിക്കട്ടെ കൊതിയൻ. എന്തെങ്കിലും മോൻ ഇഷ്ടമുള്ള കറി തന്നെ ഉണ്ടാക്കാം. 10 വയസ്സ് മുതൽ അമ്മ നിന്നെ കാണുന്നതല്ലേ? ശരിയാമ്മേ, എന്റെ ഈ തടിയുടെ 90% ഇവിടുത്തെ കുട്ടിയാലിക്കേട് ഷെരീഫിന്റെ വീട്ടിലെ ചോറാണേ. അറിയോ, നീ എവിടെ വിളസുന്നുണ്ടല്ലോ, ഇതൊക്കെ എവിടെ സംഘടിപ്പിച്ചു? അതെ, നമ്മുടെ പഴയ മാനേജർ സ്ഥലം മാറി പോയപ്പോ ഞാൻ ഇവനെ ചുളിയിലങ്ങ് ഒപ്പിച്ചെടുത്ത. എങ്ങനെ നല്ല ഒപ്പിച്ചാ മതി. അകത്ത് വെക്കട, അമ്മ കാണും. ഞാനേ തന്ത്രപരമായി 2 ഗ്ലാസും വെള്ളം ഒപ്പിച്ചത്. മണി 7 അകത്തിരിയടോ.